ഹലോ ഗേസ്, ഇന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാനിങ്ങിൽ ഊട്ടിക്ക് പോവാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും വൈഫും ഉണ്ട്. ഞങ്ങളൊരു പുലർച്ചെ 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല. കുറച്ചങ്ങോട്ട് നേരം വെളുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ ഊട്ടിയിൽ നല്ല തണുപ്പാണ്. ഞങ്ങൾ പോയത് പിന്നെ പുലർച്ചെയും കൂടി ആയതുകൊണ്ട് നല്ല കോടയായിരുന്നു. പോകുമ്പോഴൊക്കെ നല്ല കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഐശു സത്യം പറഞ്ഞാൽ വണ്ടി കയറിയതൊന്നും അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കതിനോള് ഉറങ്ങിയോണം തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറ്റിക്കാണ്. ഇപ്പോഴാണ് ഓളൊന്ന് എണീറ്റത്. നല്ലൊരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ വെറുതെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇറങ്ങിയതാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വേറൊരു സ്കൂൾ ട്രിപ്പ് വന്നതാണ് തോന്നുന്നു. ഓരോ വണ്ടി നിർത്തി ഇറങ്ങിയിരുന്നു. ഒരവിടെ നല്ല ഡാൻസും പാട്ടൊക്കെ വെച്ചാണ്ട് നല്ല ഡാൻസൊക്കെ ആയിരുന്നു. ഞങ്ങളും കുറച്ച് നേരം ഇറങ്ങി അങ്ങനെ എൻജോയ് ചെയ്തു. ഞങ്ങൾ പുലർച്ചെ പോയോണ്ട് തന്നെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. നല്ല വിശപ്പുണ്ടായി. ഞങ്ങളവിടെ എത്തുമ്പോഴാണെങ്കിൽ കടകളൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ റോഡ് സൈഡിലുള്ള കടകളൊക്കെ അവർ തുറക്കണുള്ളൂ. എന്നാലും ഞങ്ങളിങ്ങനെ കയറി വണ്ടിയൊക്കെ നിർത്തി കയറിയാണ്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാന്നൊക്കെ കരുതി കയറി. അപ്പോൾ നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയും വന്നിക്കണം. അപ്പം തന്നെ ഞങ്ങൾ ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല ചൂടോടെ അതും വന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു ഞങ്ങൾ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് റൂം എടുത്തു. പുലർച്ചെ പോകുന്നതല്ലേ, ഫ്രഷ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ റൂം എടുത്ത്. റൂമിലാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ഉള്ളത്. ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ലോണം വിശക്കാൻ തുടങ്ങി. രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് ഓംലേറ്റുമ്പോൾ ചായമൊക്കെയാണ് നിൽക്കുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വേഗം ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ പോയാണ്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു നെയ്റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇതുവരെ എത്തിയിട്ടില്ല. അതും വെയിറ്റ് ചെയ്തിരിക്കണ. കാക്ക അപ്പോൾ ഭൂരിയാണ് പറഞ്ഞിരുന്നത്. അത് ആദ്യം തന്നെ വന്നു. കാക്കും ഐശും ഇതായിരുന്നു കഴിക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യാണ്ട് തന്നെ അതാ എൻ്റെ നെയ്റോസ്റ്റും വന്നു. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്റോസ്റ്റ് ആയിരുന്നു. നല്ല നെയ്യൊക്കെ ഒഴിച്ചാണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യ് ഒഴിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നെയ്യ് ഒഴിച്ചാണ്ട് നല്ല ടേസ്റ്റുള്ള നെയ്റോസ്റ്റ് ആയിരുന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. ഫുഡ് അടിയൊക്കെ കഴിച്ചു.